യൗസേ പിതാവിനെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രത്യേക വാക്യത്തെക്കുറിച്ചിട്ടാണ്. അവർ പറയുക, സ്വർഗസ്ഥനായ പിതാവിൻ്റെ തിരുക്കുടുംബത്തിലെ നിഴലാണ് യൗസേപ്പ്. ഇത് എന്ത് വലിയ ഒരു താരതമ്യമാണ് അവർ നടത്തുക. ഈശോ സുവിശേഷം പ്രഘോഷിക്കുന്ന സമയത്ത് തൻ്റെ അമ്മയും സഹോദരന്മാരും കാണാൻ വരുന്ന രംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യത്തിൽ നമുക്കിത് കാണുവാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ കാണാൻ വരുന്ന കൂട്ടത്തിൽ ഈശോ അപ്പോൾ പറയുന്നുണ്ട്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരി, ആരാണ് എൻ്റെ സഹോദരൻ? എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആരാണ് എൻ്റെ അപ്പനെന്ന് ചോദിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഈ വാക്ക് ഈശോ പ്രത്യേകമായിട്ട് നീക്കി വയ്ക്കുന്നതാണ് സ്വർഗത്തിലെ പിതാവിന് വേണ്ടിയിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിലെ പിതാവുമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് വ്യക്തികളിലും അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിലുള്ള ചില സവിശേഷതകൾ യൗസേ പിതാവിലും നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുക, സ്വർഗത്തിലെ പിതാവിൻ്റെ ഭൂമിയിലെ നിഴലാണ് യൗസേപ്പെന്ന്. അങ്ങനെ പറയുന്നതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണത്തെ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുകയാണ്. മൗനം. പിതാവായ ദൈവത്തെക്കുറിച്ച് പഴയ നിയമം പറയുന്നത് നിശബ്ദതയെന്നാണ് പറയുക. നിശബ്ദനായിരിക്കുക, ഞാൻ ദൈവമാണെന്നറിയുക. നമ്മൾ സ്ഥിരം പറയുന്ന ഒരു വാക്യമാണ്. അതോടൊപ്പം തന്നെ ആ പ്രവാചകനെ കുറിച്ചിട്ടുള്ള വാക്യവും നമ്മൾ ഓർക്കണം. അദ്ദേഹം ഗുഹയിൽ തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊടുങ്കാറ്റുണ്ടാകുന്നു, അതിൽ ദൈവം ഉണ്ടായിരുന്നില്ല. ഭൂമി ഉലക്കം ഉണ്ടാകുന്നു, ദൈവം ഉണ്ടായില്ല. അഗ്നി ഉണ്ടാകുന്നു, അതിൽ ദൈവം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു മന്ദമാരുതൻ വീശി, അതിൽ ദൈവമുണ്ടായിരുന്നുവെന്ന് ആ പ്രവാചകൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അദ്ദേഹം ഗുഹയുടെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ആ പ്രവാചകന് വളരെ ഉറപ്പുണ്ടായിരുന്നു, അതിൽ ദൈവം ഉണ്ടായിരുന്നു. കാരണം ദൈവം നിശബ്ദതയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ദൈവം നിശബ്ദനായിരുന്നു. ആ നിശബ്ദനായ ദൈവത്തിൻ്റെ ഒരു പകർനാട്ടം, ഒരു നിഴൽ നമുക്ക് യൗസേപ്പിൽ കാണാൻ പറ്റും. യൗസേപ്പ് നിശബ്ദനായിരുന്നു. സുവിശേഷത്തിൽ ഒരിടത്തും യൗസേപ്പ് പറഞ്ഞ ഒരു വാക്ക് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു വാക്ക് പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ യൗസേ പിതാവ് മൗനം ഉണ്ടായിരുന്നയാളായിരുന്നു, നിശബ്ദതയായിരുന്നു. എന്തുകൊണ്ട് ഈ നിശബ്ദനായിട്ടുള്ള അപ്പനെ, ഇത്രയും ഗാഢമായ നിശബ്ദതയുള്ള ഒരപ്പനെ ഈശോയ്ക്ക് നൽകി? അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഈ തച്ചനായ യൗസേപ്പിൻ്റെ മകനെന്നാണ് ഈശോയെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഈ തച്ചൻ എന്നതിനുള്ള ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ ഒരു ഗ്രീക്ക് വാക്കല്ല. തെക്തോൻ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു സാധാരണ തച്ചനല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഉയർന്ന കലാവൈഭവം ഉള്ളവൻ. ഉയർന്ന കലാവൈഭവവും ഉയർന്ന ധീഷണയുമുള്ള ഒരു തച്ചനാണ് എന്നുള്ളതാണ് അതിൻ്റെ സൂചന. അങ്ങനെ ഉയർന്ന കലാവൈഭവം ഒരാൾക്ക് എങ്ങനെയാണ് കിട്ടുക? അയാളുടെ ഉള്ളിൽ അതിഗാഢമായ ഒരു മൗനം ഉണ്ടാകണം, നിശബ്ദത ഉണ്ടാകണം. അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെ ഉയർന്ന കലാവൈഭവം ഉണ്ടാവുക. അത് കവിത എഴുതുന്ന കാര്യത്തിലും കഥ എഴുതുന്ന കാര്യത്തിലും നോവൽ എഴുതുന്ന കാര്യത്തിലും അങ്ങനെ എന്ത് ക്രിയേറ്റീവായിട്ടുള്ള കാര്യം ചെയ്യുന്നവരുടെ ജീവിതം എടുത്തു നോക്കുക, അവരുടെ ജീവിതത്തിൽ ഒരു മൗനം ഉണ്ടാകും. ഈ മൗനമായിരിക്കും അവരെ വ്യത്യസ്തരാക്കുക. യൗസേപ്പിനെയും മറ്റുള്ള എല്ലാ അപ്പന്മാരിൽ നിന്നും വ്യതിരിക്തനാക്കുന്ന ഒരു പ്രധാന ഘടകം അദ്ദേഹത്തിൻ്റെ ഉയർന്ന കലാവൈഭവവും ധീഷണയുമാണ്. കാരണം അത് അദ്ദേഹത്തിൻ്റെ മൗനത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഒന്നായിരുന്നു. ഇവിടെയാണ് നമ്മൾ പ്ലോൾ കോഡൽ എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ്റെ വാക്ക് നമ്മൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നത്, സൈലൻസ് ഈസ് ദ ഫാദർ ഓഫ് ദ വേർഡ്. നിശബ്ദത എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ അപ്പനാണെന്നാണ് പറയുക. പിതാവായ ദൈവം നിശബ്ദതയായിരുന്നു. ആ നിശബ്ദതയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട വചനമാണ് ക്രിസ്തു.
ക്രിസ്തുവിനെ വചനമായിട്ടാണല്ലോ പറയുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തിയിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും വായിക്കുന്നുണ്ട്. അപ്പോൾ വചനം, വാക്ക്, ശബ്ദം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിതാവെന്ന നിശബ്ദതയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ യൗസേപ്പിലേക്ക് വരാനായിട്ട്. എന്തുകൊണ്ട് യൗസേപ്പ് പിതാവിനെ ഇത്രയും ഗാഢമായിട്ടുള്ള മൗനമുള്ള, ഉയർന്ന കലാവൈഭവമുള്ള, തീക്ഷ്ണയുള്ള ഈ അപ്പനെ ഈശോയ്ക്ക് നൽകി? കാരണം ഈശോ ശബ്ദമാണ്. ഈ ശബ്ദത്തിന് വളരാനായിട്ട് മൗനം അനിവാര്യമാണ്. ആ മൗനത്തിൽ നിന്നും വേണം ശബ്ദം പൊട്ടിപ്പുറപ്പെടുവാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലെ പിതാവിൻ്റെ നിശബ്ദതയ്ക്കും മൗനത്തിനും ശരീരം നൽകിയയാളാണ് ഈ ഭൂമിയിലെ യൗസേപ്പ്. സ്വർഗത്തിലെ പിതാവിൻ്റെ മൗനത്തിനും നിശബ്ദതയ്ക്കും ഈ ഭൂമിയിൽ ശരീരം നൽകിയ അപ്പനാണ് യൗസേപ്പ്. ആ അപ്പൻ്റെ നിശബ്ദതയിൽ നിന്നും കൂടെ പൊട്ടിപ്പുറപ്പെട്ട ശബ്ദമാണ് ഈശോ. അപ്പോൾ ഈ അപ്പൻ്റെ നിശബ്ദതയിൽ നിന്നും കൊണ്ട് ഈശോ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കൂടെ കൂടെ നിശബ്ദതയിലേക്കും മൗനത്തിലേക്കും വിജനപ്രദേശങ്ങളിലേക്കും ഒക്കെ ഈശോ പോവുക, പ്രാർത്ഥനയ്ക്കായിട്ട് നിശബ്ദത തേടി പോവുക. അപ്പോൾ ഈ അപ്പനിൽ നിന്ന് കിട്ടിയ, പകർന്നു കിട്ടിയ നിശബ്ദതയിലും മൗനത്തിലേക്കും പോകുവാനായിട്ടുള്ള വിളി ഈശോയെ ദൈവമെന്ന നിശബ്ദതയിലേക്കും മൗനത്തിലേക്കും നയിച്ചു എന്നും കൂടെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടയോ? നമ്മൾ വ്യാഖ്യാനിക്കണം. അപ്പോൾ യൗസേപ്പിൽ നിന്ന് നമ്മൾ ഇനി അഭ്യസിക്കേണ്ടത് ഈ ഉയർന്ന കലാവൈഭവമാണ്, അല്ലെങ്കിൽ ഉയർന്ന തീക്ഷണയാണ്, മൗനത്തിൽ നിന്നും ഉരുവായ തീക്ഷണ. അപ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ മൗനം കൂടുതൽ മൗനത്തിലും, ഗാഢമായ മൗനത്തിലും, ധ്യാനത്തിലും, പ്രാർത്ഥനയിലുമായിരിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കട്ടെ. നമ്മളുടെ ജീവിതത്തിലെ ഓരോ വാക്കും പുറപ്പെടേണ്ടത് ഇങ്ങനെ ഗാഢമായ മൗനത്തിൽ നിന്നാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.